ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നത് അവർക്ക് കൃത്യമായ അംഗപരിമിത സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണം കൊണ്ടാണ്. സർക്കാർ അംഗീകൃത മെഡിക്കൽ ബോർഡുകൾ വഴി നൽകുന്ന ഔദ്യോഗിക രേഖയാണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഒരു വ്യക്തിക്ക് ഏത് തരം ഡിസബിലിറ്റി ആണെന്നും എത്ര ശതമാനം ഡിസബിലിറ്റി ഉണ്ടെന്നും ഈ സർട്ടിഫിക്കറ്റ് സ്ഥിരീകരിക്കും. പുതിയ UDID കാർഡ് ഉൾപ്പെടെയുള്ള മിക്ക സർക്കാർ അംഗപരിമിത ആനുകൂല്യങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന രേഖയാണിത്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പദ്ധതികളോ സംവരണമോ ലഭിക്കാൻ അംഗപരിമിതി ഔദ്യോഗികമായി തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. UDID അഥവാ യുണീക്ക് ഡിസബിലിറ്റി ID കാർഡ് എന്നത് ഒരു പുതിയ സ്റ്റാൻഡേർഡ് കാർഡാണ്. ഇതൊരു വ്യക്തിയുടെ അംഗപരിമിത വിവരങ്ങൾ ഒരു നാഷണൽ ഡാറ്റാബേസിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. UDIDയുടെ പ്രയോജനങ്ങൾ നോക്കിയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അംഗപരിമിതർക്ക് രാജ്യവ്യാപകമായി സാധുവായ ഒരൊറ്റ തിരിച്ചറിയൽ കാർഡായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം, വിവിധ സംസ്ഥാന ഡിസബിലിറ്റി പെൻഷൻ സ്കീമുകൾ തുടങ്ങിയവയും ലഭ്യമാകും. തുകകൾ പദ്ധതിക്കും സംസ്ഥാനത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കുമെന്ന് മാത്രം. ട്രെയിൻ ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ, ചില സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ ബസ് ടിക്കറ്റ് നിരക്കിൽ ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ സൗജന്യ പാസുകൾ, വിമാനയാത്രയിൽ എയർലൈൻ അല്ലെങ്കിൽ സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് ചില വിഭാഗം അംഗപരിമിതർക്ക് ഇളവുകൾ എന്നിവയ്ക്കൊപ്പം ADIP പോലുള്ള പദ്ധതികൾക്ക് കീഴിൽ വീൽചെയറുകൾ, ട്രൈസൈക്കിളുകൾ, മറ്റ് സഹായ ഉപകരണങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ അംഗപരിമിത സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും ആവശ്യമാണ്.